നല്ലവരായിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോ, ഈ പച്ചപിടിച്ചു കിടക്കുന്ന പ്രപഞ്ച ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയതായ നമ്മുടെ ആയുസ് അവസാനിക്കുമ്പോ എങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയേണ്ടത്? എങ്ങനെയാണ് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മരിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പരിചയപ്പെടുത്തുകയാ. فلا تموتن إلا وأنتم مسلمون. അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാ, فلا تموتن إلا وأنتم مسلمون. മുസ്ലിമീങ്ങളായിട്ടാണ് നിങ്ങൾ ഈ ദുനിയാവിൽ നിന്നും വിട പറയേണ്ടത്. ഈ ദുനിയാവിൽ നിന്നും എങ്ങനെയാ വിട പറയേണ്ടതെന്നറിയുമോ? മുസ്ലിമായിട്ടാണ് ഈ പച്ചപിടിച്ചു കിടക്കുന്ന പ്രപഞ്ച ലോകത്തിൽ നിന്നും നിങ്ങൾ മരിച്ചു പോകേണ്ടത്. മരണം എന്ന് പറയുന്ന ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വരുമ്പോ ഇവിടുന്ന് പൂർണ്ണ മുസ്ലിമായിട്ട് വേണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ വിട പറയാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുകയാ. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ, ഒരു മനുഷ്യന്റെ അവസാന സംസാരം എങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അവസാനത്തെ വാക്ക് എന്താ ആകേണ്ടത്? ഈ പ്രപഞ്ച ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുന്ന സമയത്ത്, മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കലിമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.